സിനിമ സംഭവം അധ്യായം ഒന്ന് ഇന്നലെ റിലീസായിട്ടുണ്ട്. ഞങ്ങളുടെ ടീം ഈ വേദിയിലിരിക്കുന്ന എല്ലാവരും ഒരുപാട് എഫേർട്ട് ഇട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുകയാണ്. സിനിമ ഞങ്ങൾ തിയേറ്ററിൽ പോയി പ്രേക്ഷകരുടെ റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് വേണ്ടത് മീഡിയയിലൂടെയും കുറച്ച് പ്രോത്സാഹനമാണ്. ഞാൻ വാക്കുകൾ ചുരുക്കാം. പിന്നെ വന്നതിന് ഒരുപാട് നന്ദി ടീമിന്റെ ഓൺ ബിഹാഫ് ഓഫ് ദ ടീം. പിന്നെ നല്ല സിനിമയുടെ സൈഡിൽ നിന്നും ഞാൻ ചുരുക്കിയിട്ട് ജിത്തുവിനോട് കൊടുക്കാം. ജിത്തു ആണ് സിനിമയുടെ ഡയറക്ടർ. എന്നിട്ട് ജിത്തു ആർക്കാണെന്ന് വെച്ചാൽ കൊടുത്തുള്ളൂ. ആക്ച്വലി ഇത് സംസാരിക്കണമെന്നറിയില്ല, ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ പ്രീ റിലീസ് പ്രൊമോഷൻസ് ഒന്നും കാര്യമായിട്ട് നിങ്ങൾക്ക് എന്താ അറിയാം, നമ്മൾ വെറുതെ ഒന്നും തള്ളിയിട്ട് കാര്യമില്ല. നാം പേസണം കൂടാതെ നാം പേസണം, അതായിരുന്നു സ്ട്രാറ്റജി. അപ്പം സിനിമ ഇപ്പോൾ കണ്ട ആളുകളിൽ നിന്നും നല്ല പ്രതികരണം കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് മീഡിയയുടെ സപ്പോർട്ട് ഭയങ്കരമായിട്ട് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ ഞാൻ അസ്കറിലേക്ക് അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ആയിരുന്നു സിനിമയിലുള്ള ഒരു ചവിട്ട് വേടി. അപ്പോൾ ആ ഷോർട്ട് ഫിലിം തന്നെ എഡിറ്റ് ചെയ്ത ആളായിരുന്നു നമ്മുടെ പടത്തിന്റെ എഡിറ്റർ അർജുൻ പ്രകാശ്. ഇത് ഞാൻ ഇൻഡിപെൻഡന്റ് എഡിറ്റർ ആയിട്ടുള്ള ഫസ്റ്റ് മൂവിയാണ്. ഞാൻ ഇതിന് മുന്നേ സിനിമയിൽ അസിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയാണ് വന്നത്. പിന്നെ കൂടുതലും ഷോർട്ട് ഫിലിംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ കൂടുതൽ ചേട്ടൻ്റെ വർക്കുകൾ കൂടുതലും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം അങ്ങനെയാണ് വന്നത്. അപ്പം ഞങ്ങൾ ഷോർട്ട് ഫിലിം ഞാനാണ് എഡിറ്റ് ചെയ്തത്. അപ്പം സിനിമ വന്നപ്പോഴും അത് എന്നെ തന്നെ ഏൽപ്പിച്ചു. അത് വലിയൊരു ചലഞ്ചായിരുന്നു, പ്രത്യേകിച്ച് ഇങ്ങനൊരു സബ്ജക്റ്റ് ചെയ്യാന്നുള്ളത്. അത് നമ്മൾ സ്ക്രിപ്റ്റിലുള്ള സാധനങ്ങൾ നമുക്ക് വിഷ്വലായിട്ട് കിട്ടുമ്പോൾ അത് അതേ നമ്മൾ സ്ക്രിപ്റ്റിൽ ഉദ്ദേശിച്ച അതേ രീതിയിൽ തന്നെ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്, നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഇനി മുന്നോട്ട് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. ഷോർട്ട് ഫിലിമിൽ തന്നെ മ്യൂസിക്, പടത്തിന്റെ മ്യൂസിക് ഭയങ്കര നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാ റിവ്യൂസിലും വരുന്നുണ്ട്. അതിൽ ചെയ്ത ആൾ തന്നെയാണ് ഗോൾഡൻ തോമസ്. ജിത്തു ഇത് പറഞ്ഞ പോലെ ഷോർട്ട് ഫിലിം ഒക്കെ കഴിഞ്ഞിട്ട് സിനിമ അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ പകുതിക്ക വിളിച്ച് ജിത്തുവിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞിട്ട് ജിത്തു എന്നെ വിളിച്ചു, സിനിമ ഇങ്ങനെ ഓൺ ആവുന്നുണ്ട്, അത് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ വെച്ച് ചെയ്യാൻ ജിത്തുവിന് കോൺഫിഡൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പിന്നെ ഉള്ള കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്ത് ഒന്നിച്ചായിരുന്നു. ഞാൻ എഡിറ്റർ, നമ്മുടെ ചീഫ് ഉണ്ടായിരുന്നു, പിന്നെ ജിത്തു ഞങ്ങളൊരു വീട് എടുത്തിട്ടായിരുന്നു ഇതിൻ്റെ വർക്ക് ചെയ്തത്. ആ ഒരു വർക്ക് സ്പേസിൽ ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ്റെയും കാര്യങ്ങളുടെയും കണ്ടപ്പോൾ പടം ഇത്ര നല്ല ഔട്ട്പുട്ടായിട്ട് വന്നേക്കുന്നത്. അപ്പം അത്രേ ഉള്ളൂ. വിഷ്ണുവിനെ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ സിനിമയുടെ ഹാർട്ട് ആൻഡ് സോൾ സൗണ്ടാണ്. വിഷ്ണുവാണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിഷ്ണു. പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് പടത്തിൻ്റെ ഇപ്പോൾ ഓഡിയൻസിന് കിട്ടുന്ന ഒരു റെസ്പോൺസ്. ഇന്നലെ ഞങ്ങൾ തിയേറ്റേഴ്സിലെല്ലാം പോയി. അപ്പോൾ നേരിട്ട് ആ റെസ്പോൺസ് ശരിക്കും ഫീൽ ചെയ്ത് കഴിയുമ്പോൾ അതെപ്പോഴും എല്ലാ സിനിമയിലും കിട്ടുന്ന ഒരു ഫീലല്ല. അപ്പോൾ നമ്മളെല്ലാവരും അസ്കർ പറഞ്ഞ പോലെ ആ ഹൈയിലാണ്. എല്ലാവരുടെയും മുഖത്തുള്ള ഒരു സന്തോഷം, ഹോൾ ടീം ആ ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരു മൊമെന്റ് എനിക്ക് ഇവരോട് ജോയിൻ ചെയ്തതിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള. വർക്ക് ചെയ്യുമ്പോൾ എല്ലാ കാര്യവും സന്തോഷം തന്നെയായിരുന്നു, പക്ഷേ ഓഡിയൻസ് അത് ഏറ്റെടുത്തു എന്നുള്ളൊരവസ്ഥ ഉണ്ടായി എന്നുള്ള ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ശ്രമിക്കാം. അതായത് നമ്മുടെ DOP നവീൻ. ഹലോ, നമസ്കാരം. ഞാൻ നവീൻ രാജോസ്, ഇവിടെ സിനിമാറ്റോഗ്രാഫറാണ്. അപ്പം ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ഇമാജിൻ ചെയ്യുമ്പം ഇതൊരു 90% ഒരു കാർഡ് റിലേറ്റഡ് സബ്ജക്റ്റ് തന്നെയാണ്.
ആസ് എ സിനിമാറ്റോഗ്രാഫറാണ് നമ്മുടെ ഏറ്റവും ആഗ്രഹമാണ് ഓരോ ഫ്രെയിം വെക്കുമ്പോൾ അത് ഓൺ ദ ബിഗ് സ്ക്രീൻ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുന്നത്. സോ ഡെഫിനറ്റ്ലി സംഭവം ഈസ് എ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. കാരണം നമ്മൾ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് അങ്ങനത്തെ ഒരു സബ്ജക്റ്റുമാണ് ഇത് പറയുന്നത്. സോ ആ ബിഗ് സ്ക്രീൻ എക്സ്പീരിയൻസ് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ആഗ്രഹത്തിലാണ് നമ്മൾ ഓരോ ഫ്രെയിം വെക്കുമ്പോഴും എൻ്റെ മനസ്സിലുള്ളത്. അപ്പം ഞങ്ങളുടെ ഏറ്റവും വലിയ വിഷമമായിരുന്നു ഈ പടം ഇറങ്ങിയിട്ട് ഇത് അറിയാണ്ട് പോവോ, ആരെങ്കിലും ഇത് കാണാണ്ട് പോകും. നമുക്കറിയാം കുറേ പടങ്ങളുണ്ട് ഇറങ്ങും ആരും അറിയില്ല, അത് മുങ്ങിപ്പോവും, പിന്നെ OTT വരുമ്പോഴായിരിക്കും വീണ്ടും ചർച്ചയാണ്. സോ ഡെഫിനറ്റ്ലി അത് ഈ പടത്തിന് സംഭവിക്കില്ലെന്ന് ഞങ്ങൾ ഫ്രം ദി ഹാർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഡെഫിനറ്റ്ലി അതിന് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ഭയങ്കര റെസ്പോൺസ് ഇപ്പോൾ കയറി തുടങ്ങുന്നുണ്ട്. സോ അത് ദാറ്റ് ഷുഡ് കണ്ടിന്യൂ, ദാറ്റ് ഷുഡ് ഗോ ഹയർ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. So definitely, please do watch it in the big screen as soon as possible. You won't be disappointed. Thank you so much. ഇപ്പൊ നവീൻ പറഞ്ഞതിന്റെ കൂടെ സെയിം കാര്യം തന്നെയാണ്. ഈ പടത്തില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബിഗ് സ്ക്രീൻ വാച്ച് ഡിമാൻഡ് ചെയ്യുന്ന ഒരു പടമാണ്. അപ്പം ആൾക്കാരിലേക്ക് നമ്മളിതിന്റെ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് എത്തിക്കാന്നുള്ളതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അതൊരു OTT-യിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഒരു ചെറിയ സ്ക്രീനിൽ ഇപ്പോൾ തിയേറ്ററിൽ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. സോ ഇപ്പം ഇത് കാണണം എന്ന് ആഗ്രഹം തോന്നുന്നവർ തിയേറ്ററിൽ തന്നെ പോയി കണ്ടാൽ നന്നായിരിക്കും. അടുത്ത മെൽബിൻ നമ്മുടെ പടത്തിന്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടറാണ്. ഈ പടം ഞാൻ ചിന്തിച്ചു തുടങ്ങുന്ന സമയം തൊട്ട് ഇന്നേ നിമിഷം വരെ എൻ്റെ കൂടെയുള്ള ആളാണ്. എൻ്റെ പേര് മെൽബിൻ എന്നാണ്. ഞാൻ ഈ പടത്തിൻ്റെ ചീഫാണ്. ഞാൻ ആദ്യമായിട്ടാണ് ചീഫായിട്ടൊരു പടത്തിൽ വർക്ക് ചെയ്യുന്നത്. ഞാൻ ജിത്ത് ആക്ച്വലി ഒരു നാട്ടുകാരാണ്. ഒരു 4 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ഞങ്ങളുടെ വീട് തമ്മിൽ. അപ്പം ഇതിൻ്റെ ഒരു ആദ്യത്തെ ദിവസം മുതൽ അവസാനത്തെ ദിവസം വരെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിനും ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സക്സസ് പേഴ്സണലി ഭയങ്കര സന്തോഷമുള്ള സക്സസ്സാണ്. മെൽബിൻ്റെ കാര്യം ഒന്നായിരുന്നു സംഭവം ആസ് എ ഡയറക്ടർ എനിക്കുള്ളതിനേക്കാൾ കോൺഫിഡൻസ് മെൽബിനുണ്ടായിരുന്നു ഈ സിനിമ. ഇത് സിനിമ ഇറങ്ങുന്നതിന് കുറെ മുമ്പ് ചെയ്തതാണ്. നമ്മള് ഷൂട്ട് കഴിഞ്ഞിട്ട് ഉടനെ ഷോർട്ട് ഫിലിം ചെയ്ത് തന്നെ ഞാൻ ആരും അസിസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു. പക്ഷേ അറിയാമല്ലോ, മീൻസ് ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് ആവുന്ന സമയം തൊട്ടേ ഒരു ഡയറക്ടറുടെ കൂടെ ഒരു ടീം ഉണ്ടാവും. അപ്പോൾ ആ ടീമിലോട്ട് എൻ്റർ ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഒരു എന്താ പറയുക ബാങ്കിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്തിരുന്നത്. പിന്നെ നമുക്ക് എന്താ പറയുക എങ്ങനെ എത്തിപ്പെടാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഷോർട്ട് ഫിലിംസ് ചെയ്തത്. അപ്പം ഇതിന് മുമ്പും കുറച്ച് ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഭവം ആക്ച്വലി സിനിമയായിട്ട് ചെയ്യാൻ വേണ്ടി തന്നെ വെച്ചിരുന്ന ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു, ഐഡിയ ആയിരുന്നു. സ്ക്രിപ്റ്റെല്ലാം ഐഡിയ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഐഡിയ കുറേ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും നടപടിയാവുന്നില്ല. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. അതിന് കാണിച്ചിട്ട് എങ്ങനെയെങ്കിലും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറണം എന്നുള്ള ആഗ്രഹത്തിലാണ് അത് ചെയ്തത്. പക്ഷേ ആ ഷോർട്ട് ഫിലിം ചെയ്തതിന് ശേഷം ഒരു പ്രൊഡ്യൂസർ നമ്മളെ ഇങ്ങോട്ട് വന്ന് ഒരു സിനിമയായിട്ട് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി തരികയായിരുന്നു. അപ്പം പണം ഇത്രത്തോളം ഫസ്റ്റ് ഡേ അറിയാമല്ലോ, നമുക്കൊരു വിസിബിലിറ്റി കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ഫസ്റ്റ് ഡേ തന്നെ ഇത്ര റെസ്പോൺസ് വരുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഞാൻ ആ ചോദ്യത്തിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് പറയാം. ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടത് സെപ്റ്റംബർ 2024 ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിരുന്നിട്ടാണ്. കോയിൻസിഡൻ്റ്ലി ആ ഫ്രണ്ടും മറ്റൊരു ഫ്രണ്ടും ഈ സിനിമയിൽ എന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിനിമ ഞാൻ ഷോർട്ട് ഫിലിംസ് അങ്ങനെ തപ്പിപ്പിടിച്ച് കാണുന്നതാണ്. എന്നിരുന്നാൽ പോലും ഇത് ഒരിക്കലും എൻ്റെ ഫീൽഡിൽ വന്നിട്ടില്ല. അപ്പോൾ അന്നത് കാണുമ്പോൾ വിചാരിക്കുന്നില്ല 1.5 വർഷത്തിന് ശേഷം നമ്മൾ ആ സിനിമയുടെ ഭാഗമാവുന്നു. അപ്പോൾ അന്ന് ആ ഷോർട്ട് ഫിലിം കണ്ടപ്പോൾ ഒരു കമൻ്റ് ഇട്ട് എല്ലാവരും എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അവിടെ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ കോയിൻസിഡൻ്റ്ലി ഞാൻ 2024 ഡിസംബറിൽ ഇതിന് മുമ്പ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമുണ്ട്, പാനിക് സ്റ്റോറി. അത് IFFKക്ക് സെലക്ട് ആവുകയും അതിന് നാട്ടിൽ വന്നപ്പോൾ ഞാൻ ജിത്തുവിനെ കാണുകയും ചെയ്തു. നമ്മൾ കണ്ടത് ജാനുവരിയിലാണെന്നാണ് എൻ്റെ ഓർമ്മ, 2025. ഫെബ്രുവരിയിൽ നമ്മൾ സംസാരിക്കുന്നു. ഫെബ്രുവരി കാര്യം ഞാൻ 9 to 5 വർക്ക് ചെയ്യുന്ന IT-യിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ പുറത്ത് US-ലാണ് താമസിക്കുന്നത്. അപ്പോൾ ജിത്തുവിൻ്റെ അടുത്ത് ആ വർക്ക് കണ്ടിട്ട് അത് സിനിമയാവുമെന്ന് എനിക്ക് തോന്നി. പിന്നെ ജിത്തു പിന്നെയും പോയി അസിസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്നിപ്പം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം അധ്യായം. അത് ലോകമെമ്പാടുമുണ്ട്. കാര്യം ഇപ്പോൾ നാട്ടിലുണ്ട്, ഔട്ട്സൈഡ് കേരള ഉണ്ട്. GCC-യിലെ യുദ്ധത്തിനിടയിലും നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. UK അയർലൻഡിൽ നല്ല രീതിയിൽ ഓടുന്നുണ്ട്. അടുത്ത ആഴ്ച US കാനഡ വരുന്നുണ്ട്, ഓസ്ട്രേലിയ ന്യൂസിലൻഡ് വരുന്നുണ്ട്. ആ സിനിമ അത് കാണാൻ
ഒരു ചാൻസ് കിട്ടുകയും ഞങ്ങൾ തമ്മിൽ കണക്ട് ആവുകയും എൻ്റെ അടുത്ത് അറ്റ് സം പോയിന്റ് ഈ പ്രൊഡക്ഷൻ തുടങ്ങിയതിന് ശേഷം പലരും ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ, ഒരുപാട് പ്രായമില്ലല്ലോ, എന്ത് ധൈര്യം. നമുക്ക് ഒരാളെ പരിചയപ്പെടുമ്പോൾ ഒരു ഇൻറ്റ്യൂഷൻ തോന്നും, ദിസ് ഇസ് ദ റൈറ്റ് പേഴ്സൺ. പിന്നെ കഴിവ്, പിന്നെ കണക്ട് ആവണം. ഇതെല്ലാം വർക്കായി വന്നതുകൊണ്ടാണ് നമ്മൾ കൈ കൊടുത്തത്. ഫെബ്രുവരിയിൽ ഞാൻ ചിത്തു നമുക്കിത് ചെയ്യാം, പക്ഷെ എൻ്റെ പൈസ ഇല്ല. പക്ഷേ അതെല്ലാം വന്ന് ചേർന്നു. ഇവൻച്വലി നമ്മൾ അത് സംഭവിച്ചു. ഈ സിനിമ നമ്മൾ പ്ലാൻ ചെയ്ത ബജറ്റിനേക്കാളും കൂടുതലായി. പക്ഷെ അതെല്ലാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നു. അൺകൺവെൻഷനൽ ആയി ഞാനൊരു മറ്റേ കരിയർ പ്രൊഡ്യൂസറൊന്നുമല്ല, വേറെ ബാക്കപ്പ് ഒന്നുമില്ല. 9 to 5 ജോലി ചെയ്യുന്നവർക്കും സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ആക്ട് ചെയ്യാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷേ അതിന് ഇപ്പൊ ചോദിച്ച ആ ചോദ്യത്തിന് കൺഫ്യൂഷനായിട്ട് പറയുകയാണ്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. മെയിനായിട്ട് ഒരു ട്രഡീഷണൽ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യമല്ല. എന്തിന് ഒരു ആരെ അസിസ്റ്റ് ചെയ്യാത്ത ഒരാളെ ട്രസ്റ്റ് ചെയ്യും? എനിക്ക് ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്. ജിത്തുവിൻ്റെ എനിക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു, ജിത്തുവിൻ്റെ കമ്മിറ്റ്മെന്റ് ടുവേർഡ്സ് ദ മൂവിയുടെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതാണ് ഇതിന്ന് ബിഗ് സ്ക്രീനിൽ എത്തിയത്. പിന്നെ ബാക്കി എല്ലാവരും വന്നു ചേരുകയാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയണമെന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എനിക്ക് 4 പിള്ളേരുണ്ട്, ഒരു ഭാര്യയുണ്ട്. ഞാൻ അവരോട് സംസാരിച്ചതിനേക്കാളും കൂടുതൽ ഞാൻ ജിത്തുവിനാണ് അവരോട് സംസാരിച്ചിട്ടുള്ളത്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ ഡെയിലി സംസാരിക്കാറുണ്ട്. ജിത്തു അങ്ങനെയുണ്ട്. കാര്യം ഒരുപാട് എഫേർട്ട് ഇതിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും. തീർച്ചയായിട്ടും ഓക്കെ, താങ്ക് യു. ഷോർട്ട് ഫിലിമിൽ വർക്ക് ചെയ്ത ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പുതിയ ആളുകളുണ്ടെങ്കിലും ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ, അത് ഏറ്റവും എക്സൽ ചെയ്യുന്ന ഒരാൾ നമുക്ക് സൗണ്ട് ഡിപ്പാർട്ട്മെന്റിൽ വേണം എന്നുള്ളത് ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ വിഷ്ണു ഇതിലേക്ക് എത്തുന്നത്. അപ്പൊ അതുകൂടെ വന്നപ്പോൾ സിനിമ നമ്മൾ വിചാരിച്ചതിന്റെ അപ്പുറത്തേക്ക് ഒരു ലെയറും കൂടെ നമുക്ക് കയറി സിനിമ ആളുകളിലേക്ക് എത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഈ ഒരു ടീമിന് നമുക്ക് ഇപ്പോൾ ഞാനും ഒരുപക്ഷെ വിഷ്ണു എനിക്ക് കുറച്ച് അധികം സിനിമകൾ വർക്ക് ചെയ്തിരുന്ന ആളുകൾ, പിന്നെ സിനിമയ്ക്കാണ് സീനിയർ ആയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു ടീം ഭയങ്കര രസമായിരുന്നു. നമുക്ക് ഷൂട്ടിംഗ് വർക്ക് ചെയ്യുന്ന ഓരോ ദിവസവും ഞങ്ങളുടെ അവിടുത്തെ കാടാണ്, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഷൂട്ടിങ്ങിന് പോകുന്ന സമയത്ത് ശരിക്കും ഞങ്ങൾക്ക് അവിടെ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നു. ആ വഴി ഒരു മരം വീണ് അങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ റെഡിയായി പ്ലാൻ ചെയ്ത്, അപ്പോൾ വളരെ ലിമിറ്റഡ് ബഡ്ജറ്റിൽ നമ്മൾ അത്രയും ടൈം ഷെഡ്യൂൾ വർക്ക് ചെയ്യായിരുന്നു. ഈ മരം പിന്നെ നമുക്ക് ആ ഷൂട്ട് നമുക്ക് ഇനി അത് നീക്കിയാലേ പറ്റുള്ളൂ. അപ്പോഴേക്കും ആന ഉണ്ടായിരുന്നു അവിടെ തന്നെ കാട്ടിൽ നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ആനേനെ കൊണ്ടുവന്ന് അത് നീക്കി പിന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷെ എന്ത് അവിടെ ഒരു ഹഡിലുണ്ടായാലും അതിനപ്പം തന്നെ ഒരു ആൾട്ടർനേറ്റീവ് ജിത്തു അപ്പോൾ പ്ലാൻ ചെയ്യും. മഴ പെയ്താൽ മഴയിൽ ഷൂട്ട് ചെയ്യും, മഴ ഇല്ലെങ്കിൽ മഴയില്ലാതെ ഷൂട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഭയങ്കര രസമല്ലേ നമുക്ക് ഈ പുതിയ ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്കും പലതും അതിനകത്ത് പഠിക്കാം. അപ്പൊ അത്തരത്തിൽ ഭയങ്കര രസമുള്ളൊരു ടീം. പിന്നെ അസ്കറും ഈ പറയുന്ന രീതിയിൽ നമുക്ക് അവിടെയുള്ള നമ്മളുടെ സമയങ്ങൾ ഏറ്റവും സന്തോഷമാകുന്ന നമ്മുടെ പോസ്റ്റേഴ്സ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുമ്പോഴാണ്. അപ്പൊ ആ രീതിയിൽ ഭയങ്കര ഒരു ഫ്രണ്ട് സർക്കിൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെയാണ് ഇത് സക്സസ് ആവുമ്പോൾ എന്താ പറയുക, എന്തൊക്കെ നമ്മളുടെ സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞാലും പടം തിയേറ്ററിൽ വന്ന ആളുകൾക്ക് ഇഷ്ടമായ മാത്രമേ ഈ സന്തോഷത്തിന് കൊണ്ട് നമുക്ക് എന്തെങ്കിലും അല്ലാതെ നമ്മളവിടെ സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ രീതിയിൽ സിനിമ പ്രേക്ഷകർക്ക് ഭയങ്കര സന്തോഷമാകുന്നുള്ളത് നമ്മളിപ്പോൾ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോഴും അതുപോലെ നമുക്ക് ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് ആയിരുന്നു. അത് ഭയങ്കര സന്തോഷം. അതൊക്കെ തന്നെ ഈ സംഭവത്തിൽ വരുമ്പോൾ കണ്ടൊരു മൂവി ഉണ്ടെന്ന് പറയില്ല 5 സിനിമ. അപ്പൊ അങ്ങനെ കഥാപാത്രങ്ങൾ മോൾഡ് ചെയ്തെടുക്കാൻ സിനിമകളൊക്കെ സഹായിച്ചിട്ടുണ്ടോ? അത് 2 സിനിമ എന്ന് പറയാമോ? അല്ല, ഞാൻ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഞാൻ ശരിക്കും സിനിമ. എനിക്ക് ആ ജോണറിനോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനത്തെ സിനിമകൾ അല്ലെങ്കിൽ അത് എൻ്റെ ടേസ്റ്റിൽ ഇല്ലാത്തൊരു ജോണർ ആയതുകൊണ്ട് അത് എനിക്കൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഐ മീൻ എങ്ങനെയാണ് ഈ ഇത്തരം സബ്ജക്റ്റുകൾ വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ. കാരണം അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് കിട്ടും ആ സിനിമ ചെയ്യും. അല്ലാതെ ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാനൊന്നും ചെയ്യാറില്ല. കാരണം അത് ആ സ്പേസിൽ എത്തുന്ന സമയത്ത് ആസ് എ ഡയറക്ടർ അദ്ദേഹം തരുന്ന ഫീഡ്ബാക്ക് ഉണ്ട്. അതിൻ്റെ ആ ക്യാരക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. ആ ചോദിച്ചു കഴിയുമ്പോൾ പിന്നെ എനിക്ക് അവിടെ വരുന്ന ഓർഗാനിക്കായിട്ട് വരുന്നത് ബിഹേവ് ചെയ്യാന്നല്ലാതെ അതിന് വേണ്ടിയിട്ട് ഒരു പ്രാക്ടീസ് ഞാൻ ചെയ്യാറില്ല. അപ്പൊ ഈ ക്യാരക്ടർ ആണെങ്കിൽ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അയാൾ കുറച്ചുകൂടെ ലൗഡായിട്ടാണ് പെർഫോം ചെയ്യുന്നത്. അതിന് അയാൾക്ക് ഒരു പാസ്റ്റ് ഉണ്ട്. അപ്പൊ ആ പാസ്റ്റ് ജിത്തു എനിക്ക് കൃത്യമായിട്ട് ഫീഡ് ചെയ്തതുകൊണ്ട് നമുക്കത് ഭയങ്കര ഈസി ഉണ്ടായിരുന്നു. പിന്നെ ചില സ്ഥലങ്ങളിൽ ജിത്തുവിന്റെ രസമുള്ള വേറൊരു കാര്യം പറഞ്ഞാൽ, അതായത് ജിത്തുവിന്റെ ടീമും ആക്ച്വലി വിജയ് ഫാൻസിന്റെ അസോസിയേഷന്റെ മെയിൻ ആളുകളാണ്. അപ്പൊ ഇവരെല്ലാം അതുകൊണ്ടാണ് നമുക്ക് ഇതിൽ താങ്ക്സ് കാർഡിൽ വിജയ് കാണാം, വിജയ്ക്ക് ഒരു താങ്ക്സ്.
അപ്പോൾ വിജയ് സാറിന്റെ സിനിമകൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ടീമിൽ നിന്നാണ് ഇവരൊരു ടീം ഫോം ചെയ്യുന്നത്, ആ ഫാൻസ് അസോസിയേഷൻ. അപ്പോൾ അത് ഒരുപക്ഷെ എൻ്റെ ഇൻട്രൊഡക്ഷനിൽ ആ സാധനം കാണാം. അപ്പൊ ഞാൻ ജിത്തുവിൻ്റെ അടുത്ത് പറഞ്ഞത്, ജിത്തു ഇതിനകത്ത് ഒരു ചെറിയ വിജയ് ഫാൻ കയറി കളിക്കുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങലുകൾ ഇപ്പോഴും ഫ്ലോട്ട് ഉണ്ടായിരുന്നു. ഇതിന്റെ സ്ക്രിപ്റ്റ് വന്നപ്പോൾ ഞാൻ ഇത്രയും പ്രോപ്പർ ഒരു സ്ക്രിപ്റ്റ് ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടില്ല. കാര്യം അതിൽ ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് വായിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു കൺഫ്യൂഷൻ ഇല്ല. ഇത് ഈ ക്യാരക്ടറിന്റെ മൂഡ് എന്താണ്, ഇത് ശരി, അത്രയും ഡീറ്റെയിൽ ആയിരുന്നു ആ സ്ക്രിപ്റ്റ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ പിന്നെ ജിത്തുമായിട്ട് സംസാരിക്കുമ്പോഴും ഈ 5 മണിക്കൂറും ഈ 2 മണിക്കൂറും കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ജിത്തു സംസാരിച്ച് ജിത്തു എനിക്ക് കറക്റ്റ് ഒരു ക്ലാരിറ്റി കാണും. ഇതാണ് പരിപാടി, ഇത്രയും മതി, ബാക്കി നമുക്ക് സെറ്റ് വന്ന് പൊളിക്കാം എന്നുള്ളൊരു മൂടാണ്. അല്ല ഞാൻ ഈ സിനിമ ഒരു ആഘോഷമായിട്ടാണ് എടുത്തത്. കാര്യം ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ, എനിക്ക് ഞാൻ വായിച്ചിട്ടുള്ളതിൽ ഏറ്റവും കിടില ഒരു സ്ക്രിപ്റ്റ് ഇത് അവൻ എന്നെ വെച്ച് ചെയ്യാമെന്ന് പറയുന്നു. അതിൽ കൂടുതൽ അപ്പൊ അത് പ്രൊഡ്യൂസർ അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പൊ ഇത്രയും ആർട്ടിസ്റ്റുകൾ വരുന്നു. അതിൽ കൂടുതൽ എനിക്ക് വേറെ ഹൈ ഇല്ലായിരുന്നു. പിന്നെ സെറ്റിൽ പോയി പൊളിക്കുക എന്നുള്ളത് എന്റെ കയ്യിലുള്ള സാധനമാണ്. അപ്പൊ നല്ല കോൺഫിഡന്റ് ആയിരുന്നു. ഞാൻ സെറ്റ് ഫസ്റ്റ് ഡേ എത്തുമ്പോൾ തന്നെ ഞാൻ കിടിലം കോൺഫിഡന്റ് ആയിരുന്നു. പിന്നെ അസോസിയേറ്റ് എന്തുണ്ടെങ്കിലും എനിക്ക് ജിത്തുവിനെ കണ്ടില്ലെങ്കിൽ അസോസിയേറ്റ് നോക്കുമ്പോഴത്തേക്ക് മെൽവിനെ നോക്കുമ്പോ എനിക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. മെൽവിൻ കേട്ടിപ്പോയാ കുറയ്ക്കണം, ഇതൊക്കെ മെൽവിന് കറക്റ്റ് നമ്മൾ ഭയങ്കര കണക്ട് ആയി എല്ലാരും. ഒരു ഫ്രണ്ട്സ് സർക്കിൾ പോലെ തന്നെയായിരുന്നു. അതുകൊണ്ട് നമുക്കൊരു നോട്ടം കൊണ്ട് നമുക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എവിടെ നിർത്തണം, എന്ത് വേണം എന്നുള്ളത്. അതൊക്കെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇപ്പം മറ്റുള്ള ലാംഗ്വേജസ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പറയാം മലയാള സിനിമയാണ് പ്രസിദ്ധി. മലയാളത്തിൽ ഒരു നല്ല സിനിമ ചെയ്യണം, അല്ലെങ്കിൽ നല്ല സിനിമ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മലയാള സിനിമ നിങ്ങൾ റെഫർ ചെയ്യുക. അങ്ങനെയാണ് കൂടുതൽ പേര് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ മലയാളത്തിൽ റീസെന്റ് ആയിട്ടുള്ള പടങ്ങളൊക്കെ എടുത്തിപ്പം മാസ് ആക്ഷൻ ഹീറോ ലെവൽ അല്ലെങ്കിൽ ഒരു മാസ് മസാല ഉള്ള പടങ്ങളല്ല, ആക്ഷൻ ഹീറോസ് ഒന്നുമല്ല, ആദ്യച്ചെടുത്തുകൊണ്ട കഥാപാത്രങ്ങൾ, കിഷ്കന്താകത്തിലെ കഥാപാത്രങ്ങൾ. അപ്പം ക്യാരക്ടേഴ്സ് വലിയ ഹീറോയിസ് അല്ലെങ്കിൽ മാസ് ഡയലോഗ് പറയുന്ന മാത്രമല്ല, പെർഫോമൻസിലൂടെ ആളുകൾ ഉള്ളിരിക്കുന്ന കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു എന്താ പറയുക, ഒരു സിനിമയിൽ ഓവർ ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ടർ എന്ന ലെവലിലേക്ക് ഒരു ഇന്ന ലെവലിൽ പെർഫോം വേണം എന്നുണ്ടോ, അല്ലെങ്കിൽ ഒരു വലിയൊരു ആക്ടർ ആയാലും ഇന്ന ലെവലിൽ പെർഫോം ചെയ്യുന്ന സീനുകൾ വേണം എന്നുണ്ടോ? അങ്ങനെയില്ല. ഇപ്പൊ പറഞ്ഞതിനകത്ത് എനിക്കൊരു ചെറിയൊരു കറക്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴല്ല, ശരിക്കും മലയാള സിനിമയുടെ തുടക്കകാലം തൊട്ടിട്ട് തന്നെ നമുക്ക് ഒരുപാട്, അതായത് ഇവിടെ എപ്പോഴും ലിറ്ററേച്ചറിന് ഭയങ്കര, എഴുത്തിന് ഭയങ്കര പ്രാധാന്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ്. എല്ലാ സിനിമയിലും എല്ലാ ഇൻഡസ്ട്രിയിലും അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ എക്സ്പെരിമെന്റുകൾ ഒരുപാട് കൂടുതൽ നടക്കുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു മലയാളം പണ്ട് തൊട്ടേ. കാരണം ഇത് എനിക്ക് അത് കൂടുതൽ ഇതായത് ഞാൻ പരസ്യങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ആദ്യ പരസ്യം ചെയ്യുന്ന സമയത്ത് തിരുസാറായിരുന്നു അതിന്റെ DOP. അപ്പൊ അതിന് എൻ്റെ അടുത്ത് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പറയായിരുന്നു. അദ്ദേഹമൊക്കെ അന്ന് പഠിക്കുന്ന സമയം തന്നെ ഇവിടെ വരുന്ന സിനിമകൾ വെയിറ്റ് ചെയ്യായിരുന്നു ഏതാണ്. അപ്പൊ അത്തരത്തിൽ കാലങ്ങളായിട്ട് മലയാളത്തിന് അങ്ങനെ ഒരു ക്വാളിറ്റി ഉണ്ട് എല്ലാ സമയത്തും. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ഇന്ത്യൻ ഭാഷയിലുള്ള പല സിനിമകളിലും പല ലാംഗ്വേജിലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ട്. നമ്മളത് ഒബ്സർവ് ചെയ്ത് പറഞ്ഞു വെച്ചാൽ മലയാളത്തിൽ മാത്രമല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഇവൺ ബോളിവുഡിൽ പോലും, കാരണം ഒരു കാലത്ത് കമേഴ്ഷ്യൽസ് മാത്രം ഉണ്ടായിരുന്ന അവിടെ പോലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ ആ സ്പെസിഫിക് ആയിട്ട് എന്താണ് ആ സ്ക്രിപ്റ്റ് ഡിമാൻഡ് ചെയ്യുന്നത് അതിനൊരു പേസ് ഉണ്ടാവും. അതിനൊരു ആ ഡയറക്ടർ കൺസീവ് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടർ ഏത് ലെവലിൽ മീറ്ററിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് ആ സബ്ജക്റ്റ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ ഡിയർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഡിയർ ഫ്രണ്ടിന്റെ ഒരു പേസിങ് നമുക്ക് ആദ്യമേ ഇങ്ങനെ ആയിരിക്കണം ഇത് പ്ലേസ് ചെയ്യപ്പെടുന്നത്. എന്നാൽ അതുപോലെ ആയിരിക്കില്ല മറ്റൊരു സിനിമ. ഇപ്പൊ ഒരു കമേഴ്ഷ്യൽ ആസ്പെക്റ്റിൽ കുറച്ചുകൂടെ ഒരു ലാർജർ ഓഡിയൻസിലേക്ക് എത്തുന്ന ഒരു ഫെസ്റ്റിവൽ സിനിമയ്ക്ക് അതിന് വേറൊരു പേസും വേറൊരു ഇതായിരിക്കും. അത് ആക്ടർ അഡോപ്റ്റ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ആദ്യത്തെ ഒരു ദിവസം ചിലപ്പോൾ ഒന്ന് ആ ക്യാരക്ടറും അല്ലെങ്കിൽ ആ എന്താണ് അതിൻ്റെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു വിധം കിട്ടാൻ വേണ്ടിയിട്ടൊരു ടൈം. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് എസ്പെഷ്യലി എനിക്ക് തോന്നുന്നത് ആക്ടറിനേക്കാൾ കൂടുതൽ അത് ഡയറക്ടറുകളാണ് അത് ആദ്യം വരുന്നത്. അപ്പൊ ആ രീതിയിൽ അങ്ങനെ ഒരു പ്രോപ്പർ വിഷനുള്ള ഒരു ഡയറക്ടർ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആക്ടറിന് വളരെ ഈസി ആയിരിക്കും. ഇന്നലെ ഒരു വീഡിയോ 1 മില്യൺ അബോവ് വൈറലായിട്ട് കളിക്കുന്നുണ്ട്.